അപ്പോൾ കാത്തിരുന്ന ആ ഒരു ദിവസം എന്താ ഇന്നാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളെ സോഫ അപ്പോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ളൊരു പോക്കാണ് കേട്ടോ. നമുക്ക് എന്തായാലും സോഫ എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലേ. കാരണം പണ്ടൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു സോഫയമൊക്കെ ഇരിക്കാനൊക്കെ ആ ഒരു കുട്ടിക്കാലത്തൊക്കെ. അത് ഇപ്പം നമ്മളെ വീട്ടിലേക്ക് ഇപ്പോഴാണ് വരുന്നത്, എല്ലാവരുടെ അടുത്തും ഉണ്ടാവും, എന്നാലും ഞങ്ങൾക്ക് ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ എന്തായാലും പ്രകടിപ്പിക്കും കേട്ടോ. എത്ര പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകടിപ്പിക്കും. വണ്ടി വരുന്നുണ്ട് കേട്ടോ. വണ്ടി വരുന്നുണ്ടോ ഇപ്പം? നമ്മളെ വണ്ടി തീ വരുന്നുണ്ട്. അതെ അതെ, ഇങ്ങോട്ട് കയറൂലേ? നമ്മൾ ഇതിലേ ഇങ്ങനെ കയറ്റാന്നാ വിചാരിച്ചേട്ടാ, നമ്മളെ വീട്ടിൽ. വഴി ഞങ്ങൾക്കൊരു പ്രശ്നമായതുകൊണ്ട് ഇതുപോലുള്ള എന്ത് സാധനങ്ങൾ വരുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതിപ്പോൾ കുഴപ്പമില്ല, ഞങ്ങളുടെ റിലേഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അകത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദൂരമേ ഉള്ളൂ കേട്ടോ, അതന്നെ വീട്. ഇത്രയും അടുത്ത് കിട്ടിയിട്ടുണ്ടല്ലോ, കുറച്ചല്ലേ എടുക്കണ്ട് ഇങ്ങോട്ട്. വഴി നമുക്ക് പിന്നെ പ്രശ്നമാണ്, അതുകൊണ്ട് ഷീറ്റ് മാറ്റി എടുക്കാൻ പറ്റില്ല. ഇതാണ് സാധനം കേട്ടോ. ചോദിക്കാം പൊക്കിയാ തോന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും സോഫ ഇടാൻ പറ്റൂല എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് സോഫ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ അവിടെ ഇടാൻ പറ്റാത്ത ഒഴിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇടാൻ പറ്റുന്നില്ല, കാരണം അതിൻ്റെ ഉള്ളിലോട്ട് ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിലും വരും. അതുപോലെ തന്നെ അങ്ങോട്ട് കുറേ അധികം അങ്ങോട്ട് പോയിട്ട് കാര്യവുമില്ല. അപ്പോൾ ഇപ്പോൾ സിംഗിളിനെ ഞങ്ങൾ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും തീരുമാനമായിട്ടില്ല അതിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ എങ്ങാണ്ടായിട്ട് ഞങ്ങൾക്ക് നമ്മളെ പൂജാസ്ഥാനത്തിൻ്റെ ആ ഒരു ബോക്സും കൂടി സെറ്റാക്കണം. അപ്പോൾ അത് ഞാൻ വാങ്ങിക്കാൻ പോണതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം കൂടി ഇപ്പോൾ ഈ വീഡിയോയിൽ അത് സെറ്റായിട്ടില്ല. ഇതിന് ശേഷമാണ് ഞാനത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഉദ്ഘാടനം കഴിക്കാൻ വേണ്ടി ഒരു ടീം എത്തിയിട്ടുണ്ട്. ആദ്യം സോഫ വാങ്ങിയിട്ട് ആദ്യം തന്നെ വന്നേക്കണ ടീം ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മളെ തനുവാവ ഈ ബോളിനെ എങ്ങനെയെങ്കിലും ഇഞ്ചപ്പരിവാക്കിയിട്ട് വായിലോട്ട് കുത്തിക്കയറ്റാനുള്ള ശ്രമത്തിലാണ് അല്ലേ അമ്മു? ഇതാ അമ്മ ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ സോഫ വാങ്ങിയിട്ട് ആദ്യം ഉദ്ഘാടനം കഴിച്ചേക്കണത് അമ്മയും പിള്ളയാണ് കേട്ടോ. വേറെ ആരും പുറത്തുനിന്ന് വന്ന് ഇതുവരെ ഇരുന്നിട്ടില്ല അല്ലേ? എല്ലാ കുടുംബക്കാരെന്നെ എടുത്തത്. അതുകൊണ്ട് അമ്മുവാണ് ഉദ്ഘാടനം കഴിച്ചിരിക്കുന്നത്. ഇങ്ങനെയുണ്ട്, ഇതിന് വർക്കത്തുണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ. എത്ര ഈട് പോകും, ഈട് എത്ര കിട്ടുമെന്ന് നോക്കട്ടെ. പുള്ളനെ ഞങ്ങൾ ഒരു മൂലക്കെടുത്ത് ഇരുത്തിയൊക്കെയാണ്. എന്നിട്ട് ഇവിടെ ബോളിനെ അതാ അടിച്ച് ഇഞ്ചപ്പരിവാക്കിയാണ്. ബോളിനൊക്കെ ഇട്ടിട്ട് എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടുത്തൂല. ഇത് ഉള്ളിലോട്ട് വായിലോട്ട് കേറുന്നില്ല, അതാണ് പ്രശ്നം കൊച്ചിന്റെ. കേറണം, അങ്ങാട് കേറ്, വായിലോട്ട് കേറങ്ങട്. കണ്ടാ ഒതുങ്ങണില്ലല്ലാന്ന് കുഞ്ഞിയേക്കണ്ട. ഇതെന്താ ഇത്ര അടിച്ചിട്ട് ഒതുങ്ങാത്തേന്ന്, ഇത്ര അടിച്ചിട്ട് എന്തോ ഒതുങ്ങാത്തേന്നാ വിചാരിക്കുന്നത്. അയ്യോ ഇത്ര ബലം പിടിക്കണ നോക്കിയേ. ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ ബോള് വേണം. കൊതുകേ വന്ന് ഡിസ്റ്റർബ് ചെയ്യല്ലേ, കൊതുക് അടിച്ചാൽ ഡിസ്റ്റർബ്. എന്തോ ഒരു വലിയ പണി കഴിഞ്ഞ പോലത്തെ ഒരു ഫീലില്ലേന്ന്. മുകളിൽ നോക്കിയേ, വലിയ കല്ലിന്റെ പണിക്കെല്ലാം പോയി വന്ന പോലെ. അതാ ബോളൊക്കെ പോന്ന നേരെ ഇരുത്തടി അതിനന്ന്. ദൈവമേ കൊടുക്കടി, മാമാജിയെല്ലാം കാണുന്ന സീനാണ്, മൊത്തം സീനാണ്. അയ്യോ ചാഞ്ഞെല്ലാം പോന്ന. അങ്ങോട്ട് പിടിച്ചെടുത്ത് അവിടെ കിടക്കട്ടെ. ആ മൂലൊക്കെ അവിടെ ലോക്കാക്കിട്ടെ. ജനങ്ങളെന്തൊക്കെ പറയുമെന്ന് അറിയില്ല. ആ പെങ്കൊച്ച് എന്താണ് ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കും. ഞങ്ങൾ എന്ത് പറയുന്നത്, ഫാൻ ഇട്ട് കൊടുക്കാൻ വലിയ പണിയാന്ന്, വലിയ അധ്വാനാന്ന്. അങ്ങനെ നമ്മളെ തനുവിനെ കളിപ്പിച്ചിരുന്ന സമയം പോണത് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ അമ്മയും പിള്ളയും പോയതിന് ശേഷമാണ് ഞങ്ങളെ ടേബിളൊക്കെ നോക്കാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമ്മളെ അടുത്തുള്ളൊരു ഷോപ്പാണ്, സിൻസിയർ ഫർണിച്ചറിലാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആദ്യം ബ്ലാക്ക് വെക്കണോ വൈറ്റ് വെക്കണോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു. അങ്ങനെ സെലക്ട് ചെയ്യലൊക്കെ കഴിഞ്ഞതാണ്. നമ്മളെ പൂജാ ബോക്സും എല്ലാം കയറ്റി വണ്ടിയിലോട്ട് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ സ്റ്റാൻഡ് ഞാൻ പിടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അടുത്ത് തന്നെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ലുക്ക് എന്തായാലും ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അതാ
അപ്പോൾ സോഫേൻ്റെ മുന്നിലായിട്ട് ദാ ഈ ഒരു ടേബിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ അമ്മേൻ്റെ റൂമിലായിട്ടാണ് ഞങ്ങൾ നമ്മളെ തമ്പായിപ്പെട്ടി അങ്ങോട്ട് വെച്ചേക്കണത് കേട്ടോ. നമ്മൾ പൂജാ ബോക്സ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു സ്വപ്നമായിട്ട് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ അയ്യോ ഇതെന്താ എന്ന് ചിന്തിക്കേണ്ട, ഞങ്ങളുടെ ചെറിയൊരു വീട്ടിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് വരുന്നൊരു സംഭവമാണ്. അത് ഞങ്ങൾക്ക് വലിയൊരു ആഹ്ലാദം തന്നെയാണ്. എൻ്റെ മോൻ വന്നിട്ട് ചോദിക്കണേ ഇതായ വീട് ഇതേതാ വീടെന്നാ നന്ദി ചോദിച്ചേട്ടാ. അപ്പോൾ ഇത് ഞങ്ങൾ ദാ ഇവിടെ ഇങ്ങനെ ആയിട്ട് വെച്ചിട്ടുണ്ട്. കുറേ ദിവസമായി പറഞ്ഞാൽ വിളക്ക് 2 ദിവസമായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് വെക്കണത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ഒരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ. ഇതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. കാരണം എല്ലാവരും വാങ്ങിയൊക്കെ ഫസ്റ്റേ വാങ്ങിച്ചതായിരിക്കും, പക്ഷെ നമ്മൾക്ക് ഇപ്പോഴാണ് സമയം വന്നേക്കണത്. അപ്പോൾ നമ്മളുടെ സമയത്തിന് നമ്മളുടെ സന്തോഷത്തിന് എല്ലാം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ നിറഞ്ഞ മനസ്സോടു കൂടിയാണ് ഇരിക്കുന്നത്. കാരണം എൻ്റെ മുഖത്ത് ആ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ അത്രയും ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഈ സോഫ ഇവിടെ വരാൻ കാരണം ഇതിൻ്റെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ എൻ്റെ ചേട്ടയാണ് കേട്ടോ അതിൻ്റെ മുന്നിൽ മിണ്ടായത്. കാരണം എനിക്കത് എടുത്ത് പറയാതെ വയ്യ. കാരണം വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കഥ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ ഇങ്ങനെ ഒരു സോഫയൊക്കെ ഞങ്ങൾ അകത്തോട്ട് കയറി ഇരിക്കാൻ വേണ്ടി എല്ലാവരോടും പറയും, പക്ഷേ എവിടെ ഇരിക്കും എന്നൊക്കെ ഉള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കസേരയാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടയൊക്കെ അന്ന് വന്നതും ഈ ഒരു പ്ലാൻ പറഞ്ഞതും സോഫ നമുക്ക് സെറ്റാക്കാടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൂടപ്പറപ്പിനോടൊന്നും നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും എനിക്ക് വലിയൊരു സന്തോഷമാണത്. അപ്പോൾ അത് ഞാൻ അവിടെ തീർക്കാൻ കേട്ടോ, അതിലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ചേട്ടൻ എനിക്ക് അപ്പോൾ സെറ്റാക്കി തന്നു. അപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനൊക്കെ അയച്ചു കൊടുത്താണ് കേട്ടോ. ഇതൊക്കെ അപ്പം തന്നെ അയച്ചു കൊടുത്തു. പിന്നെ ഇതാ നമ്മളാ അമ്മ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നുണ്ട് കേട്ടോ. വിളക്ക് വെക്കൽ പരിപാടിയൊക്കെ അമ്മേൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പിൽ ചേട്ടൻ നികിയൊക്കെ ഒന്ന് വന്നു പോയി കേട്ടോ. കാരണം അതൊന്നും എനിക്ക് വീഡിയോസ് വലിയ രീതിയിലൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതൊക്കെ നമ്മുടെ വ്ളോഗ് ഫോർ യുവിൽ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ 1-2 പാർട്ടായിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് എല്ലാ കമൻസുകളും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു. എല്ലാവരോടും ഒരുപാട് സ്നേഹം, അതുപോലെ തന്നെ നിങ്ങളുടെയും കൂടി സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് വീഡിയോ ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ പെരുവഴിയിൽ നിൽക്കുകയാണ്. അവർക്ക് ടാറ്റയെ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ. ടാറ്റാ.